ഹിജാബ് ധരിക്കണോ ഹിജാബ് ധരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഹിജാബ് ധരിക്കണമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് അയാളുടെ സ്വാതന്ത്ര്യം. ധരിക്കണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് അയാളുടെ സ്വാതന്ത്ര്യം. അത് ധരിക്കുന്ന ആളുടെ നിലപാടനുസരിച്ചിരിക്കും എന്നുള്ളതാണല്ലോ. നമ്മളിപ്പോൾ കർണാടകയിൽ BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഹിജാബ് നിരോധിച്ച ഒരു വിഷയം വന്നിരുന്നല്ലോ. വിദ്യാർത്ഥികൾ പഠിക്കാനാകാതെ ബുദ്ധിമുട്ടിയ ഒരു കാലം നമ്മൾ കണ്ടതാണല്ലോ. ഹിജാബുമായി എത്തിയ കുട്ടികളെ തടയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അന്ന് നമ്മൾ ഹിജാബിനൊപ്പമാണ് നിന്നത്. എന്തുകൊണ്ടാണ്? ആ കുട്ടികളുടെ പഠനമാണ് വിഷയം. ഹിജാബ് ധരിച്ചല്ലാതെ അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് വീടുകളിൽ നിന്നുണ്ടായത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി ആ ഹിജാബ് ധരിച്ച് പുറത്തേക്ക് വരേണ്ട സാഹചര്യം നമ്മൾ കണ്ടാണ്. അന്ന് നമ്മൾ ഹിജാബിനൊപ്പമായിരുന്നു. അതിലും അന്തിമമായ കോടതി വിധി വന്നിട്ടില്ല എന്ന് ഓർക്കണം. ഇപ്പോഴും അതിലൊരു അഭിപ്രായ വ്യത്യാസം മറ്റൊരു ജഡ്ജി പ്രകടിപ്പിച്ചു എന്ന് മാത്രമാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഹിജാബ് ധരിക്കേണ്ടതില്ല, ആ സ്കൂളിൻ്റെ നിലപാട് അതാണ്. അതിനനുസരിച്ച് വരുന്നവർ അവിടെ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സഹിഷ്ണുത എന്നുള്ള കാര്യം അവിടെ ഇല്ലാതാവുകയല്ലേ? ഞങ്ങളുടെ നിലപാടിനനുസരിച്ച് വരുന്നവർ മാത്രം മതി, ഒരേ അച്ചിൽ വാർത്തവർ മതി എന്ന് പറയുമ്പോൾ ഒരൊറ്റ രാജ്യം ഒരൊറ്റ യൂണിഫോം എന്നുള്ള മറ്റൊരു സമീപനം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഒരേ രൂപത്തിൽ തന്നെ കാണണം എന്നുള്ളത് ചേർത്ത് വായിക്കണം. വ്യത്യസ്തത കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡോക്ടർ എം എൻ കാരശ്ശേരി. സ്മൃതി, ഇതിൽ ആളുകൾക്ക് ഒരു ആശയകാലുഷ്യം ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം. അതായത് ഈ മുഖം മൂടുന്ന പർദ്ദ, നിക്കാബ് എന്ന് പറയുന്നത് നിരോധിക്കേണ്ട ഒരു സാധനമാണ്. അതിപ്പോൾ MESൻ്റെ 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് നിരോധിച്ചു കഴിഞ്ഞു. പക്ഷേ ഹിജാബ് അങ്ങനെ ഒരു സംഗതിയല്ല, അത് തലയിൽ തട്ടമിടുന്നതാണ്. അത് തന്നെ ഈ സ്ഥാപനം നിയമപരമായി ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ അവർക്ക് അവരുടെ ചട്ടങ്ങളാവാം എന്ന് കോടതി വിധിയുണ്ട്. അപ്പോൾ കോടതിയും നിയമവും അവർക്ക് അനുകൂലമാണ്. പിന്നെ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ തമ്മിൽ തീർക്കാവുന്ന ഒരു ചെറിയ കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു പൊതു പ്രശ്നമായിട്ട് ചർച്ചയ്ക്ക് വരാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കർണാടകയിലെ കാര്യം അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ പോലീസ് ഒക്കെ ഹിജാബിനെതിരായിട്ടൊരു വേട്ട നടത്തുന്ന മാതിരി ഒരു രംഗം ഉണ്ടായി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ കുട്ടി തന്നെ 4 മാസം ഹിജാബ് ഇടാതെ പോയി എന്നാണ് വാർത്തകളിൽ കണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എത്രമാത്രം ചർച്ച ചെയ്യുന്നു, അപ്പോഴൊക്കെ മുസ്ലിം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കുമല്ലോ എന്നതാണ് വാസ്തവത്തിലുള്ള എൻ്റെ ആധി. തട്ടത്തേക്കാൾ പ്രധാനമാണ് പഠനം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ തട്ടം ഇടുന്നത് കൊണ്ട് ഒരാൾ പിന്തിരിപ്പനായി പോകുന്നോ അല്ലെങ്കിൽ തകരാറായി പോകുന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പൊട്ടു തൊടുക തുടങ്ങിയുള്ള മതചിഹ്നങ്ങളൊക്കെ അവർ വിലക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അധ്യാപകരെ സംബന്ധിച്ച് അവിടെ ഈ വിലക്കില്ല എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.